അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ദീർഘമായി സംസാരിച്ച ഖുത്ബ നടത്തിയ സംഭവം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അമ്ർ ബിൻ അഖ്തബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, സ്വല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ർ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജ്ർ നിസ്കരിച്ചു. വസഈദൽ മിംബറ, എന്നിട്ട് മിംബറിൽ കയറി, ഫഖതബനാ ഹത്താ ഹളറത്തി ദുഹർ, അങ്ങനെ ളുഹറിന്റെ സമയമാകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി, ഖുത്ബ നിർവഹിക്കുകയുണ്ടായി. ഫനസല ഫസല്ല, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നിസ്കരിച്ചു. സുമ്മ സ്വഈദൽ മിംബർ, എന്നിട്ട് വീണ്ടും പ്രവാചകൻ മിംബറിലേക്ക് കയറി. ഫഖതബന ഹത്താ ഹളറത്തിൽ അസ്ർ, പിന്നെ അസറിന്റെ സമയമാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അസറിന്റെ സമയമായപ്പോൾ പ്രവാചകൻ ഇറങ്ങുകയും എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തു. സുമ്മ സ്വഈദൽ മിംബർ, എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിംബറിന്റെ മുകളിലേക്ക് കയറി. ഫഖതബന ഹത്താ ഗറബത്തി ഷംസ്, അങ്ങനെ സൂര്യാസ്തമയ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി, ഞങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ഫഅഖ്ബറന ബിമാ കാന വബിമാ ഹുവ കായിൻ, ആ ദീർഘമായ ദിവസത്തെ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വരാനിരിക്കുന്നതും അതുപോലെ കഴിഞ്ഞുപോയതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അഥവാ പല കാര്യങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഫഅലമുന അഹ്ഫദുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ആ വിഷയത്തിൽ ഏറ്റവും നന്നായി അറിവുണ്ടായിരുന്നത്, അത് ഏറ്റവും നന്നായി മനഃപ്പാടമാക്കിയ ആളുകളാണ് എന്ന് ആ ഹദീസിൽ സ്വഹാബി വര്യൻ പറയുന്നുണ്ട്. അഥവാ അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ പരീക്ഷണമായി മുസ്ലിം ഉമ്മത്തിനെ എന്തൊക്കെയാണ് പിടികൂടുക എന്നതിനെക്കുറിച്ചെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അതിലേറ്റവും വലിയ ഫിത്നയാണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമിസ് സാഅത്തി അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅത്തി അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സൃഷ്ടിപ്പ് മുതൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ദജ്ജാലിനോളം വലിയ ഫിത്നയായി, അതിനേക്കാൾ വലിയ ഒരു സംഭവമായി മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദജ്ജാൽ മനുഷ്യരുടെ എല്ലാ നിലക്കുമുള്ള വിശ്വാസത്തെയും കവർന്നെടുക്കുകയും ചൂഷണം ചെയ്യുകയും വഴിപിഴപ്പിക്കുകയും ചെയ്യും എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടനേകം ആളുകളുടെ വിശ്വാസത്തെ അവൻ കവർന്നെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം വകവെച്ചു കൊടുക്കേണ്ട റുബൂബിയത്തിന്റെ പല ഘടകങ്ങളും അവൻ പ്രകടമാക്കുകയും വിശ്വാസത്തെ കവരുകയും ചെയ്യും. അവൻ മഴ പെയ്യിക്കും, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് വിഭവങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആ നിലക്ക് ആളുകളെ ആകർഷിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. മരണപ്പെട്ടവർക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് അവൻ ആളുകളെ അവനിലേക്ക് ആകർഷിക്കും. ഉലൂഹിയത്ത്, അതിലും ആളുകളെ അവൻ വഴിപിഴപ്പിക്കും. ഇതൊക്കെ പ്രകടമാക്കുന്നവൻ അള്ളാഹു ആയിരിക്കുമെന്ന ധാരണയിൽ ഒരുപാട് ആളുകൾ അവനെ ആരാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന അതേതെങ്കിലും ഭൂമിയുടെ ഒരു ഭാഗത്തായിരിക്കില്ല, എല്ലാ നാട്ടിലേക്കും അവൻ എത്തും, എല്ലാ സ്ഥലത്തും അവൻ ഫിത്നയുണ്ടാക്കും. അതിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുന്നത് മക്കയും മദീനയും മാത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മദീനയുടെ ബോർഡറിൽ നിന്നുകൊണ്ട്, ഹറമിന്റെ ബോർഡറിൽ നിന്നുകൊണ്ട് ആ വെള്ളക്കൊട്ടാരം ആരുടേതാണ് എന്ന് ചോദിക്കുകയും അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ മടങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പ്രവാചകന്റെ പള്ളിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവൻ മുഴുവൻ ലോകവും ചുറ്റുന്ന സമയക്രമം അതെങ്ങനെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അർബഊന യൗമൻ, അവൻ എല്ലാ സ്ഥലത്തും എത്തും. അർബഊന യൗമൻ, 40 ദിവസമായിരിക്കും എല്ലാ സ്ഥലത്തും എത്തുന്ന രൂപത്തിൽ അവൻ സഞ്ചരിക്കുക. യൗമുൻ കസന, അതിൽ ആദ്യത്തെ ദിവസം ഒരു വർഷത്തെ പോലെ ദൈർഘ്യമുണ്ടാകും. അതുപോലെ അത് കഴിഞ്ഞാൽ വയൗമുൻ ക ഷഹ്രിൻ, ഒരു മാസത്തെ പോലെ ദൈർഘ്യമുണ്ടാകും. വയൗമുൻ ക ജുമഅത്തിൻ, പിന്നീടുള്ള ദിവസം ഒരാഴ്ചയെ പോലെ ദൈർഘ്യമുണ്ടാകും. വസായിറു അയ്യാമിഹി ക അയ്യാമിക്കും, അത് കഴിഞ്ഞാലുള്ള ശിഷ്ട ദിവസങ്ങൾ നിങ്ങളുടെ ദിവസത്തെ പോലെ തന്നെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാനം ഈ യാത്ര അവസാനിക്കുക അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആഗമനത്തോടുകൂടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനെ വധിക്കുന്നതുവരെ ഈ ഫിത്ന വ്യാപിക്കുകയും ആളുകളിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. സഹോദരങ്ങളെ, ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നത് വിശ്വാസികൾ മാത്രമായിരിക്കും. അള്ളാഹു എന്ന് തോന്നുന്ന രൂപത്തിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന അവന്റെ പ്രകടനങ്ങൾ അത് മസീഹുദ് ദജ്ജാലാണ് എന്ന് മനസ്സിലാക്കി, അത് ഫിത്നയാണ് എന്ന് മനസ്സിലാക്കി മാറി നിൽക്കാൻ വിശ്വാസികൾക്ക് മാത്രമായിരിക്കും സാധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി. അതിനുവേണ്ട പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാതെ നിസ്കാരം അവസാനിപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി
ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം അവസാനിപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു സംഭവം വമൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അവന്റെ ഫിത്നയെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കുകയും എന്നിട്ട് ബോധത്തോടുകൂടെ നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും അവന്റെ ഫിത്ന പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ. റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കുമുള്ള ഫിത്നകളിൽ നിന്ന് മസീഹു ദജ്ജാലിന്റെ വമ്പിച്ച ഫിത്നയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.